കുടിശ്ശിക വരുത്തിയ ഉടമകളുടെ കടമുറികൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിച്ച തൃക്കാക്കര നഗരസഭ നിയമപരമായി ഇടപെടേണ്ടതിന് പകരം നഗരസഭാ സെക്രട്ടറി വിവേചന നയം കാണിക്കുന്നതായാണ് പരാതി. 10ഓളം കടകൾ ഇത്തരത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്നതായി വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടുന്നു. വൻതോതിൽ വാടക കുടിശ്ശിക വരുത്തിയ കടമുറികളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയെന്നാണ് തൃക്കാക്കര നഗരസഭയ്ക്കെതിരെ പരാതി ഉയരുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ നഗരസഭയ്ക്ക് പിരിഞ്ഞു കിട്ടാനുള്ളത്. ഇവർക്കെതിരെ നിയമ നടപടിയെടുക്കേണ്ട നഗരസഭ മറ്റു പല കാരണങ്ങളാൽ ഇവരെ സഹായിക്കുന്ന നിലപാടാണ് കൈക്കൊള്ളുന്നതെന്ന് ആരോപണം ഉയരുന്നു. 10ഓളം കടമുറികളിൽ വേറെയും കടമുറികൾ ചെറിയ തുകകൾ കൊടുത്തിട്ട് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കടമുറിക്കാരോ നടത്തുന്നവരോട് പലതരത്തിലുള്ള വിവേചനപരമായ നിലപാടാണ് സെക്രട്ടറി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ പല കടമുറികളും ഇപ്പോൾ കുറച്ച് പൈസ കൊടുത്തുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കുന്നുള്ള വിവേചനമായ ഒരു അധികാരം തൃക്കാക്കര നഗരസഭ സെക്രട്ടറി നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനു പുറമെ 8 ലക്ഷത്തോളം രൂപ ചെലവിട്ട് ജനുവരിയിൽ വഴിയോര കച്ചവടക്കാരെ തൃക്കാക്കര നഗരസഭ ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾക്കിപ്പുറം വീണ്ടും വഴിയോര കച്ചവടം സജീവമായിരിക്കുകയാണ്. വലിയ തുക മുടക്കി ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നെങ്കിലും ഫലം കാണാത്തത് നഗരസഭയുടെ ദുർവ്യയമായാണ് പ്രതിപക്ഷം കാണുന്നത്. ജനം, കൊച്ചി.